വാതിൽ തുറന്ന ഡേവിഡ് രാവിലെ തന്നെ അൽവിയെ കണ്ടൊന്ന് ഭയന്നെങ്കിലും മുഖത്ത് ഭാവമാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ അവരോട് ചോദിച്ചു. അല്ലേ ഇതാര്? DCP സാറോ? വാ വാ കേറാകത്തോട്ട്. ഇതെന്താ രാവിലെ തന്നെ ഒരു സർപ്രൈസ് ആയിട്ട്? കണ്ട, അങ്കിളിന് എന്നെ അറിയാം, പേടിക്കണ്ട, വാടാ. വാ വാ വരൂ, അകത്തേക്ക് വരൂ. ഇതാരാ കൂടെ? ഇത് എൻ്റെ സഹോദരനാണ് ജെയിംസ്. പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ കാര്യം പറയാൻ അൽവിയെ ഒന്ന് വിളിക്കാവോ? അൽവി? അതിനെന്താ വിളിക്കാലോ? അൽവി, അൽവി. രാവിലെ തന്നെ മുതുകാലൻ എന്റെ ജീവൻ എടുക്കാൻ വിളിക്കുന്നോട്. ഇനി അങ്ങോട്ട് കെട്ടിയിരുന്നല്ലേ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരും. എന്താ ഓ, നല്ല ബഹുമാനം. ഉറക്കത്തിൽ നിന്ന് വിളിച്ചതിന്റെ ദേഷ്യമായിരിക്കും. ഇപ്പൊ വരും. നിങ്ങളെന്താ വന്ന? അൽവിയെ കാണാൻ വന്നാണോ? അതായത് അങ്കിളോ, ഞങ്ങൾ അൽവിയെ കാണാൻ വേണ്ടി മാത്രം വന്നതല്ല, അങ്കിളിനെ കൂടി കാണാൻ വേണ്ടി വന്നതാണ്. അൽവി വരട്ടെ, എന്നിട്ട് പറയാം. അങ്കിളാ, നീ ഇത് കൂടാത്തേണ്ടി മിണ്ടാതിരിയുടെ പട്ടി. ഇന്നിവിടെ ഒരു കുളം കുഴിച്ചിട്ട് തന്നെ പോകുള്ളൂ. പെട്ടെന്നാണ് പടവുകൾ ഇറങ്ങി വരുന്ന അൽവി ലിവിംഗ് റൂമിൽ ഇരിക്കുന്ന വിയെയും ജെയിംസിനെയും കാണുന്നത്. അവരെ കണ്ടൊന്ന് പകച്ചു അവൾ അവിടെ തന്നെ നിന്നുപോയി. ഇവരെന്താ ഇവിടെ? പപ്പ എന്നെ വിളിച്ചോ? ഇവര് നിന്നെ ജാസ്, മേരി ജാൻ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന്. ജാനാ? എക്സ്ക്യൂസ് മീ സാർ. ഓ, അങ്കിളിനോട് ഞാൻ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഞാനും അൽവിയാന ജാസ്മിനുമായിട്ട് കുറെ നാളായി പ്രണയത്തിലാണ്. എന്താ ജാൻ, ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കുക, ചുമയുന്ന കണ്ടില്ലേ? എടാ നീ ഇത് കുളമാക്കല്ലേ, മിണ്ടാതിരിയടാ. അങ്കിൾ എന്താ ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും ജാനും തമ്മിൽ പ്രണയം തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 കൊല്ലം പൂർത്തിയായി. അപ്പോ അങ്കിളിനോട് നീ സന്തോഷ വാർത്ത പറയാന്ന് വെച്ചു. എക്സ്ക്യൂസ് മീ, താൻ ആരോട് വന്ന് എന്താ പറയുന്ന ബോധം തനിക്കുണ്ടോ? താങ്കളല്ലേ അൽവിയാന ജാസ്മിന്റെ ഫാദർ, ഐ മീൻ സ്റ്റെപ്പ് ഫാദർ? അൽവി, വാട്ട് ഈസ് ദിസ്? ഈ DCP സാർ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? സത്യമുണ്ടല്ലോ സർ. ഓ സോറി അങ്കോ. പെട്ടെന്നാണ് റോഷനും റേച്ചിലും ഇവർക്കിടയിലേക്ക് കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായി 2 വ്യക്തികളെ വീട്ടിനുള്ളിൽ കണ്ടപ്പോൾ അവരാകെ നടുങ്ങിയതുപോലെയായി. എന്താടി ഇവരിവിടെ? അരിപ്പൊടി കേസിന് വീണ്ടും പൊക്കിയാടി. ഇതതിലും വലിയ കേസാകുമെന്നാ തോന്നുന്നത്. നീ ഒന്നും മിണ്ടാതിരുന്നേ. അങ്കിൾ, ഞാനും അൽവിയും തമ്മിൽ പ്രണയമാണെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. വി ആർ ലവിങ് ഈച്ച് അതർ. അത് ആൽവിയോട് ചോദിച്ച് എന്നെ മനസ്സിലാക്കണമെന്നില്ല. ഞാൻ പറഞ്ഞിട്ട് പോലും ആൽവി അതിനെ എതിർത്ത് പറയാത്തത് കണ്ടോ? പോരാത്തതിന് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി കൂടിയാണ്. ഈ സന്തോഷം അങ്കിളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങോട്ട് തന്നെ വന്നത്. ആൽവി, എടാ ഇതൊക്കെ സ്ക്രിപ്റ്റിലില്ലാത്തതാണ് കേട്ടോ. എന്റെ കാര്യടാ. അങ്കിൾ ഇങ്ങനെ ആൽവിയെ പേടിപ്പിക്കാതെ. എന്റെ ജാൻ അങ്ങ് പേടിച്ച് വല്ലാണ്ടിരിക്കുന്നത് കണ്ടിട്ട് തന്നെ എന്റെ ചങ്കാണ് തകരുന്നത്. പ്ലീസ് അങ്കിൾ, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ പാരൻസുമായിട്ട് വരാം. അപ്പോ ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ചൊക്കെ സംസാരിക്കാം. അത് പോരെ അങ്കിൾ?
ഏ, പ്രേമോ വിവാഹോ? എപ്പ? ഈ നിഴല് പോലെ ഞങ്ങള് നടന്നിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ലല്ലോ. ആൽവി, എന്നെ നോക്കല്ലേ, ഞാൻ ഈ കൂട്ടത്തിലില്ല. എന്റെ പൊന്നെ, നിനക്ക് പ്രേമിക്കാൻ വേറെ ആരും കിട്ടിയില്ലേ? അത് ഈ പാതാളത്തിനല്ലാതെ. മിണ്ടാ തിരിയടാ പട്ടി. അങ്ങേർക്ക് കൊടുക്കേണ്ടത് മിക്കവാറും ഞാൻ നിനക്കിട്ട് തന്നെ തരും. എനിക്ക് തന്നെ കിളി പോയി നിൽക്കുക. ആൽവി, പപ്പ മിക്കവാറും നിന്നെ പച്ചയ്ക്ക് കത്തിക്കുന്നു. എന്റെ മരണം എങ്ങനെയാലും ഉറപ്പാണല്ലോ. ലുക്ക് മിസ്റ്റർ ആൽവിൻ, ഞാൻ ഈ പ്രണയത്തോടൊട്ടും യോജിക്കുന്നില്ല. നിങ്ങളുടെ വിവാഹം നടത്തി തരാൻ എനിക്കൊട്ടും താല്പര്യമില്ല. സോ പ്ലീസ് ഗെറ്റ് ഔട്ട്. അങ്കോ, ഇങ്ങനെ പറയരുത്. മുഖത്തടിച്ച പോലെ പറയുമ്പോ അത് സോ ഹേർട്ട്. ഡോണ്ട് കോൾ മീ അങ്കിൾ. യു സോ മീൻ വി. നാളെ ഇദ്ദേഹം നിന്റെ അമ്മായപ്പനാകേണ്ട മനുഷ്യനാണ്. അപ്പൊ കയറി അങ്കിൾ എന്ന് വിളിക്കുമ്പോ അത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായത് കണ്ടോ? അതുകൊണ്ടാണ് നിന്നെ അങ്കിൾ എന്ന് വിളിക്കരുതെന്ന് പറയുന്നത്. ഷട്ട് അപ്പ്. ഓ ഓ സോറി അച്ഛ, അങ്ങനെയല്ലേ വിളിക്കേണ്ടത്. സോറി അപ്പച്ച. ആർക്കാടാ അപ്പച്ചൻ? ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. പിന്നെ എന്റെ മോളെ വല വീശി പിടിക്കാന്ന് നീ വിചാരിക്കണ്ട. അത് നടക്കാനും പോകുന്നില്ല. നിങ്ങളുടെ കല്യാണം ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. സോ ഗെറ്റ് ഔട്ട്. ഓ, ഈ അപ്പച്ചനെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പച്ച, കാര്യമില്ലാതെ ഈ മരുമോൻ ഇങ്ങോട്ട് കയറി വരില്ല എന്ന് അപ്പച്ചൻ അറിയില്ലേ? ഞാൻ മെയിനായിട്ടും വന്നത് തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ജൂനിയർ താങ്കളുടെ മകളുടെ വയറ്റിൽ വളരുന്നുണ്ട്. സോ അത് ലീഗലായിട്ട് എല്ലാരും അംഗീകരിച്ചില്ലെങ്കിൽ അങ്കിളുടെ മോളിന് തന്നെയാണ് നാണക്കേട്. സോറി, അപ്പച്ചന്റെ മോക്ക് തന്നെയാണ് നാണക്കേട്. സോ ഞങ്ങളുടെ വിവാഹം അംഗീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അങ്കിളിന് അയ്യോ അപ്പച്ചന് നല്ലത് അല്ലടാ അളിയ. ഈശോ, ഉണ്ണീശോ ഇവിടെ വയറ്റിലുണ്ടാ? ആൽവി, കർത്താവേ, കുഞ്ഞ ഈശോ, കുഞ്ഞ എന്റെ വയറ്റില, ഞാൻ അറിഞ്ഞില്ലല്ലോ. മിസ്റ്റർ ആൽവിൻ, അനാവശ്യം പറഞ്ഞാൽ താൻ ജീവനോടെ ഇവിടുന്ന് പോവില്ല. ഹാ, അപ്പച്ചൻ എന്ത് വർത്താനാണ് അപ്പച്ചൻ ഈ പറയുന്നത്? ഒരു പോലീസ് DCPയോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിടിച്ചകത്തിട്ടാറുണ്ടല്ലോ. ഓടുന്നു. കർത്താവ്, ഇവൻ റൊമാൻറ്റിക് ആകാൻ പോവാണെന്ന് പറഞ്ഞത് പെണ്ണിന്റെ അമ്മായിപ്പനോടായിരുന്നോ? അപ്പൊ പെണ്ണിനോടല്ലായിരുന്ന? അലി, മതി, നമുക്ക് പോകാം. ഇന്നൊരു മീറ്റിംഗ് ഉള്ളതല്ലേ. ആ, നിക്കടാ അറിയാ ജെയിംസേ, ഞാൻ എന്റെ പെണ്ണിനോടൊരു ഗുഡ് ബൈ പറഞ്ഞേച്ചും വരട്ടെ. മോളെ ജാൻ, നീ ഇങ്ങനെ പേടിക്കാത്തടി. അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് ആപ്പിളൊക്കെ കഴിച്ച് മിടുക്കിയായിട്ടിരിക്കും. ഈ ചാൻ പോയിട്ട് വരട്ടെ. അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ജെയിംസിനെ ആൽവിനെയും കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലിവിംഗ് റൂമിൽ നിന്നുകൊണ്ട് അച്ഛനും മക്കളും. പെട്ടെന്നാണ് അവിടെ റേച്ചലിന്റെ ശബ്ദമുയർന്നത്. എടി, ഒരു സുനാമി വന്ന പോയ പോലുണ്ട്. എന്തടി ആക്ച്വലി സംഭവിച്ചത്?
നിനക്കെങ്ങനെ ഈ ദിവ്യഗർഭം ഉണ്ടായത്? കർത്താവെ, അത് പറയാനുള്ള സമയമില്ല. ഈ സുനാമിന്ന് രക്ഷപ്പെടാൻ നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പെട്ടെന്ന് റൂമിൽ പോകാം. ആൽവി! തിരിഞ്ഞോടാൻ നിന്ന 3 പേരെയും ആ ശബ്ദം അവിടെ പിടിച്ചു നിർത്തി. എന്നാൽ അൽവി ഒഴിച്ച് മറ്റിരുവരും മുന്നോട്ട് കുതിച്ചപ്പോൾ അൽവി അവരെയും തടഞ്ഞു നിർത്തി. ഇക്കടി, എനിക്കൊരു സപ്പോർട്ട് തന്നിട്ട് പോ, ഇല്ലെങ്കിൽ ഇന്ന് എന്റെ ശവം എടുക്കും. ആഹാ, ഇവിടെ നിന്നാ ചിലപ്പോ ഞങ്ങളുടെ ശവം എടുക്കും. അതുകൊണ്ട് ബായ്, വന്നത് നീ തനിച്ചങ്ങ് അനുഭവിച്ചു. ആൽവി, അവര് പൊക്കോട്ടെ, നിന്നോട് എവിടെ നിൽക്കാൻ പറഞ്ഞത്? പടവുകൾ കയറിപ്പോകുന്ന ബ്രദറിനെയും സിസ്റ്ററിനെയും ചുണ്ടുകടിച്ചുകൊണ്ട് ദയനീയമായി നോക്കിക്കൊണ്ട് നിന്നതിന് ശേഷം അവൾ ധൈര്യം സംഭരിച്ച് തിരിഞ്ഞ് പപ്പയ്ക്ക് നേരെ നിന്നു. എന്താ അറിയണ്ടേ? എന്താ അറിയേണ്ടതെന്ന്? Damn you, what was that? നീ എന്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്താ ചെയ്യത്? അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, താൻ എന്റെ ആണെന്ന്. ഞാൻ ഒരിക്കലും തന്റെ അല്ലടോ. അതിപ്പോ തനിക്ക് ബോധ്യായില്ലേ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉത്തരവാണ്. പിന്നെ താൻ പപ്പയുടെ സ്ഥാനം ചമഞ്ഞാൽ മതി. എന്റെ കാമുകന്റെ സ്ഥാനം ചമയാൻ എനിക്ക് വേറെ ആളുണ്ട്. സോ കൂടുതൽ ഇങ്ങോട്ട് ടീച്ച് ചെയ്യാൻ വരണ്ട. അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ ആൽവിയെ കൈക്ക് പിടിച്ചു വലിച്ച് ഡേവിഡ് തന്റെ ഒപ്പം നിർത്തുന്നു. എന്താടി പേടി പോയോടി നിനക്ക്? നിന്റെ തളയില്ലാതാക്കിയ പോലെ നിന്നെ ഇല്ലാതാക്കാൻ അറിയാം. പക്ഷെ ഈ കണ്ട സ്വത്തുക്കളൊന്നും പോകണ്ടെന്ന് കരുതിയാ നിന്നെ ഞാൻ സഹിക്കുന്നത്. എന്താടി ആണിന്റെ ചൂട് തേടിപ്പോയ നീ? അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ എന്റെ അടുത്തേക്കല്ലേ വരേണ്ടത്? അവനെ തേടിയാണോ പോവണ്ടേ? കയ്യെടുക്കണോ? ഈ വൃത്തികെട്ട നാവ് ഇനി എനിക്ക് നേരെ ചെലച്ചാലുണ്ടല്ലോ, തന്റെ നാവ് ഞാൻ അരിഞ്ഞെടുക്കും. എനിക്കിനി ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് വിചാരിച്ചോ? അതൊരു DCP. ഇത്രയും വലിയൊരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് മല്ലിടാൻ തനിക്ക് കഴിയുമെങ്കിൽ താൻ ആദ്യം അവനോട് തീർത്തിട്ട് വാ, എന്നിട്ട് വേണമെങ്കിൽ തനിക്ക് കിടക്ക വിരിക്കാൻ ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പുറംതിരിഞ്ഞു പോകുന്ന ആൽവിയെ തന്നെ നോക്കിക്കൊണ്ട് ദേഷ്യം കടിഞ്ഞമർത്തി ഡേവിഡ്. ഇതേ സമയം യാത്രക്കിടെ കാറിനുള്ളിൽ രാവിലെ മനസമാധാനത്തിൽ ഉറങ്ങിക്കിടന്ന എന്നെ കുത്തിപ്പൊക്കി വാടാ പോയി അൽവിയുടെ അപ്പനൊന്ന് പേടിപ്പിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല മോനെ. അവിടെ ചെന്ന് ആ കാമുകിയാക്കി, അവസാനം അവളുടെ വയറ്റിലൊരു കൊച്ചിനെ വരെയാക്കി. ഇച്ചിരി നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നീ ആ പേരും എടുത്തിട്ട് വരുവുള്ളായിരുന്നല്ലടാ പുല്ല്. ഇതൊക്കെ അണ്ണന്റെ വെറും നമ്പർ അല്ലേ? നമ്പർ റോങ് നമ്പർ ആവാണ്ട് നോക്കിക്കോ. അങ്ങേരുടെ സ്വഭാവം നിനക്കറിയാലോ, എവിടെയൊക്കെ പിടിപാടുണ്ടെന്ന്. നമ്മൾ ഈ DCP സ്ഥാനം കൊണ്ട് അങ്ങ് ചെന്നാലുണ്ടല്ലോ, അങ്ങേര് വലിച്ചു കീറി അത് അടുപ്പത്തോട്ട് വെക്കും. ഓടാവിടുന്ന്. ഈ DCP എന്നുള്ളൊരു സ്ഥാനം കണ്ടിട്ടല്ല അവന്റെ നെഞ്ചത്ത് ഞാൻ പഞ്ചാരിമേള അടിക്കാൻ പോയത്. ആണാണെന്ന ചങ്കൂറ്റത്തോടു കൂടി തന്നെയാടാ. നാളെ ഈ പോസ്റ്റ് പോയാൽ പോലും അവന്റെ മുന്നിൽ നെഞ്ചു വിരിച്ചു തന്നെ ഞാൻ നിൽക്കും. നിക്കും. പാവം അൽവിയാന. ആ കൊച്ചിന്റെ അവസ്ഥ എന്തായോ എന്തോ. അവളുടെ അവസ്ഥക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതിനുവേണ്ടിയാ അവളുടെ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കും വിധം ഞാൻ കാര്യങ്ങൾ അടുപ്പിച്ചിട്ട് പോകുന്നത്. എന്ത്, അവളുടെ വയറ്റിൽ ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് പോരുന്നതാണ് അത്ര വലിയ പ്രൊട്ടക്ഷൻ? ആ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ലല്ലോ മോനെ. അത് മോൻ കഥ ആദ്യം മുതൽ അറിയാത്തതുകൊണ്ടാ. അയ്യോ എങ്കിൽ ഒന്ന് പറഞ്ഞതാ. ഈ പൊട്ടൻ ആട്ടം കാണുന്ന ഭേദം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാമല്ലോ. എടാ, അവളുടെ രണ്ടാം തന്തപ്പടിക്ക് എപ്പോഴും അവളുടെ സ്വത്തി മാത്രമാ കണ്ണ്. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം ചെയ്യണമെന്നാണ് അയാളുടെ ആഗ്രഹം. അയാളുടെ ആഗ്രഹം നടക്കാതിരിക്കാനാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് പറഞ്ഞത്. ഇനി പ്രണയത്തിലാണെന്ന് കേൾക്കുമ്പോൾ മിക്കവാറും അവളെ സ്വന്തമാക്കാൻ വേണ്ടി അയാൾ ഏതറ്റം വരെയും പോകും. ഐ മീൻ റേപ്പ്. സോ അത് നടക്കാതിരിക്കാനാണ് അവളുടെ വയറ്റിൽ ഒരു കൊച്ചുണ്ടെന്ന് വരെ ഞാൻ പറഞ്ഞിട്ട് വന്നത്. ഇനി അയാൾ അതിനും മുതിരത്തില്ല. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ഇല്ലാണ്ടാക്കാനേ നോക്കുള്ളൂ. ഇല്ലാത്ത കൊച്ചിനെ അയാൾ എങ്ങനെ ഇല്ലാണ്ടാക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അശ്ശടാ ബുദ്ധിമാനേ.
പാവ അൽവി കാറ്റുപോയ ബലൂൺ പോലെ നിന്നപ്പോ അവളുടെ അടുത്ത് രണ്ടെണ്ണം അന്തം വിട്ട കുന്തം പോലെ നിപ്പുണ്ടായിരുന്നു. അതുങ്ങളുടെ അവസ്ഥ എന്തായോ എന്തരോ. എന്താവാനായിട്ട്, കാറ്റുപോയ ബലിയും പോലല്ലേ ഇരിക്കുന്നത്. എന്നാലും എന്റെ അൽവി ഇത്രയ്ക്ക് വലിയൊരു ജാതി കാണിക്കുമെന്ന് ദൈവത്തെ പോലും വിചാരിച്ചില്ല. യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ റോഷ്. ദൈവത്തെ പോലും വിചാരിച്ചെന്നല്ല, സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല എന്നാണ് പറയേണ്ടത്. ഇവിടെ അക്ഷരസ്ഫുടത വേണം. കർത്താവേ, സഹനശക്തി തരണേ. അതെ അൽവി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്തയോടൊന്ന് ചോദിച്ചേ, ടിന്നിനെ കൊന്ന കേസ് എടുക്കുവന്ന്. ഈ ശവത്തിനെ ഞാൻ എപ്പോഴേ അങ്ങ് ഇല്ലാണ്ടാക്കിയനെ. കൂൾ മിസ്റ്റർ റോഷ്, ഞാനൊരു തമാശ പറഞ്ഞതാ, നീ സീരിയസ് ആക്കല്ലേ. മറന്നുകള. അൽവി, ഈ പറഞ്ഞതൊക്കെ ഉള്ളതാണോടി? കുന്തം ഇല്ലാത്ത കൊച്ചിന്റെ പേര് പറഞ്ഞ് എന്തൊക്കെയാടി ഇവിടെ നടന്നത്? കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നേ അയാൾ എന്റെ കൊച്ചിന്റെ മാമോദീസ കൂടി നടത്തിയേച്ചും പോയേനെ. ആഹാ, അപ്പൊ അങ്ങേര് തള്ളിയതാണല്ലേ. ഈശ്വര, പപ്പയെങ്ങാനും ഇത് കണ്ടുപിടിച്ചാ നീ തീർന്നടി മോളെ, നീ തീർന്നു. ദൈവമേ, ആ തന്തപ്പടിയോട് ഇല്ലാത്തത് ഞാൻ തള്ളി വിട്ടേച്ചും പോന്നിട്ടുണ്ട്. ഈ അൽവി എന്ന് പറയുന്ന മനുഷ്യൻ എന്തുദ്ദേശിച്ചാണ് അവ ഇവിടെ തന്നെ വന്നത്? എന്നെ സഹായിക്കാനാണ്, അതോ എനിക്കിട്ട് പാരപണിയാനാണ്? അതെ ലേഡീസ്, ഐ ഹാവ് എ ഡൗട്ട്. അയാൾ എന്തിനാ ഇവിടെ വന്നേ? പറഞ്ഞതുപോലെ അൽവി, അയാൾ എന്തിനാടി ഇവിടെ വന്ന രാവിലെ തന്നെ? ആ അരിപ്പൊടി കേസില് നമ്മൾ ചെയ്ത് ചീറ്റിങ്ങാണെന്ന് പറഞ്ഞിട്ട് അയാൾ പ്രതികാരം വീട്ടാമെന്നാണോ? പപ്പയുടെ അയാൾ എന്തിനാടി ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? അത് അയാൾക്ക് എന്നെ ഇഷ്ടമാടി. എനിക്ക് അയാളെ ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോൾ പപ്പ സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞേ. സമ്മതിക്കാണ്ട് വരുമ്പോ ഗർഭമുണ്ടെന്ന് പറഞ്ഞ അപ്പൊ സമ്മതിക്കുവോ? പപ്പ എന്ത് ദേഷ്യത്തില്ലായിരുന്നു. അത് കേട്ടത് ഉള്ളിലുള്ള ഭയത്തെ ശമിപ്പിച്ചുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. ഹലോ സാർ, ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. വണ്ടി നമ്പർ KL27777. ആളെ എനിക്ക് ജീവനോടെ വേണം. ബ്രിട്ടോ, നമ്മുടെ ഗോഡൌണിലോട്ട് എത്തിച്ചാൽ മതി. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആൽവിൻ ജോൺ പള്ളിക്കൽ, your accountant will be started.